മനുഷ്യരുടെ നല്ല ഭാവിക്ക് വേണ്ടി ടോണി സ്റ്റാർ ക്രിയേറ്റ് ചെയ്ത അൾട്രോൺ ലോകനാശത്തിന് കാരണമാകാതെ തടുക്കാൻ അവഞ്ചേഴ്സിന് സാധിച്ചു. മറിച്ച് അൾട്രോണിനെ തടയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഉദ്വേഗജനകമായ ആ കഥയാണ് വാട്ട് ഇഫിലെ അവസാനത്തെ 2 എപ്പിസോഡുകൾ പറയുന്നത്. തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവൻ നിർമ്മിച്ച ഓർഗാനിക് ബോഡിയിലേക്ക് പരകായ പ്രവേശം ചെയ്ത അൾട്രോൺ എതിർത്ത് നിന്നവരെല്ലാം വകവരുത്തി ഒരു യൂണിവേഴ്സിലെ എല്ലാ ജീവജാലങ്ങളെയും പൂർണ്ണമായി കൊന്നൊടുക്കുന്നു. ഇതൊന്നും അറിയാതെ ഇൻഫിനിറ്റി സ്റ്റോൺസുമായി ഹാഫ് പോപ്പുലേഷൻ വൈപ്പ് ചെയ്യാൻ ഇറങ്ങുന്ന താനോസിനെ പോലും ഒരു സെക്കൻഡ് കൊണ്ട് നിഷ്പ്രഭമാക്കിയ അൾട്രോൺ സ്റ്റോൺ സ്വന്തമാക്കുകയും മൾട്ടിപ്പിൾ ഡയമെൻഷൻസും യൂണിവേഴ്സും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു. ഇൻഫിനിറ്റി അൾട്രോണിനെ തടയാൻ വാച്ചർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സഹായം ആവശ്യപ്പെടുന്നു. എന്തോ ഭാഗ്യത്തിന് വലിയ പരിക്കുകളില്ലാതെ അൾട്രോണിനെ തടയാൻ അവരുടെ ടീമിന് സാധിക്കുന്നു. എങ്കിലും പൂർണ്ണമായി അൾട്രോണിനെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കുന്നുമില്ല. മറിച്ച് ഒരു പോക്കറ്റ് ഡയമെൻഷനുള്ളിൽ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം. എൻ്റയർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മോസ്റ്റ് ഡേഞ്ചറസ് വില്ലനായി അനുഭവപ്പെട്ടിട്ടുള്ളത് അൾട്രോണിനെ തന്നെയാണ്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ കണ്ടവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. മറിച്ച് വാട്ട് ഇഫ് സീരീസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും ഇൻഫിനിറ്റി അൾട്രോൺ എത്രമാത്രം അപകടകാരിയായിരുന്നു എന്ന്.